2025 മെയ് 14 ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. സർവേശ്വരകാരകനായ വ്യാഴം ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. ഒരു വർഷത്തോളം വ്യാഴം ഒരു രാശിയിലുണ്ടാവും. ഇപ്പോൾ ശത്രു വീട്ടിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. മിത്രഗ്രഹത്തിൻ്റെ രാശിയിൽ നിൽക്കുന്ന അത്രയും ഗുണം ശത്രുഗ്രഹത്തിൻ്റെ ആധിപത്യമുള്ള രാശിയിൽ നിൽക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യാഴം തൻ്റെ ശത്രുവായ ബുധൻ്റെ വീട്ടിലേക്കാണ് 2025 മെയ് 14 മുതൽ ഒരു കൊല്ലക്കാലം ഇനി ഉണ്ടായിരിക്കുക. എങ്കിലും വ്യാഴം വഴി ലഭിക്കുന്ന ഗുണദോഷങ്ങൾക്ക് അധികം വ്യത്യാസം ഉണ്ടാകുവാൻ സാധ്യതയില്ല. മേടക്കൂറുകാർക്ക്, അതായത് മേടൻ രാശിക്കാർക്ക് 3-ാം ഇടത്തേക്കാണ് വ്യാഴം. 3-ലെ വ്യാഴം മുറവിളി കൂട്ടും എന്നും 3-ലാണെങ്കിൽ മുടിഞ്ഞു പോകും എന്നും പറയുന്നു. എന്തൊക്കെ പറഞ്ഞാലും വ്യാഴം വ്യാഴമാണ്. അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഗുണങ്ങൾ തീരെ കിട്ടാതിരിക്കുന്ന സന്ദർഭം ഉണ്ടായിരിക്കുകയില്ല. ഏതായാലും 3 അത്ര ശുഭകരമായ സ്ഥിതിയല്ല. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം അടങ്ങിയ മേടക്കൂറുകാർക്കാണ് ഇപ്പോഴത്തെ വ്യാഴമാറ്റം അനുകൂലമല്ലാത്തത്. 3, 6, 8, 12 ഭാവങ്ങളിൽ ഗുരുവിന്, അതായത് വ്യാഴത്തിന് പ്രതികൂല സ്ഥാനമാണ്. എങ്കിലും ഒരു സാത്വികൻ്റെ പെരുമാറ്റം പോലെ വ്യാഴത്തിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. കഠിനദോഷം വ്യാഴം ഒരിക്കലും തരാറില്ല. മേടക്കൂറുകാർക്ക് 9-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനുമായ വ്യാഴം ബുധൻ്റെ, അതായത് 3-ാം ഭാവത്തിലേക്ക്, അതായത് ശത്രുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വ്യാഴം അതിൻ്റെ ഗുണദോഷങ്ങൾ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് പോലെയോ അതുപോലെ മിത്രക്ഷേത്രങ്ങളിൽ നിൽക്കുമ്പോൾ കിട്ടുന്നത് പോലെയോ ആയിരിക്കുകയില്ല ശത്രുവിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. എങ്കിലും വിദേശയാത്ര തരമായി കിട്ടാനും നാം അറിയാതെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ വന്നു ചേരാനും ഒക്കെ 3-ലെ വ്യാഴം വഴി ഗുണം ലഭിക്കും. 7-ര ശനിയും തുടങ്ങിയ അവസരമാണ്. ഇവ രണ്ടും അത്ര ഗുണകരമല്ല. അതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ധന ഇടപാടിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കണം. കടം കൊടുത്തത് തിരിച്ചു കിട്ടുവാൻ പ്രയാസമായിരിക്കും. ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റ് കാര്യങ്ങൾ ഒക്കെ വേണ്ട രീതിയിൽ നടന്നുകൊള്ളണമെന്നില്ല. പണം നഷ്ടപ്പെട്ടു പോകുവാനും പറ്റിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഒപ്പമുള്ളവരെ ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിലും മറ്റ് നിക്ഷേപ കാര്യങ്ങളിലും ഒക്കെ അതീവ ശ്രദ്ധ വേണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ജോലി നഷ്ടപ്പെടുവാനും ഉദ്ദേശിച്ച ശമ്പളമോ കിട്ടാതെ വരുവാനും ഒക്കെ സാധ്യത ഉണ്ടാവുന്നതാണ്. ബിസിനസ്സിൽ ലാഭം കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ നഷ്ടം വന്നേക്കാം. ഉള്ള ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നത് അത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല. മനോവിഷമവും ധനനഷ്ടവും ഒക്കെ സംഭവിക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ സാധ്യതയുണ്ട്. ഗുരു പ്രതികൂല സ്ഥാനത്താണെന്ന് വിചാരിച്ച് ആകെ ദോഷ സമയമാണെന്ന് കരുതുകയും വേണ്ട. അത്ഭുതകരമായ ഗുണവും ദോഷവും ഒന്നും ഗുരു വരുത്തി തീർക്കുകയില്ല. സമയം അത്ര നല്ലതല്ലെന്ന വിചാരത്തോടെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടായാൽ മതി. മറ്റുള്ളവരുമായി അഭിപ്രായ വ്യത്യാസമില്ലാതെ നോക്കണം. രോഗകാര്യങ്ങളിലും ശ്രദ്ധ വേണം. ശനിയുടെ സ്ഥാനവും ശുഭകരമല്ലാത്തതിനാൽ ഈ കൂറുകാർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് വേണം. വിദ്യാഭ്യാസ കാര്യത്തിലും ചിലപ്പോൾ തടസ്സം വന്നേക്കാം. അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിഞ്ഞെന്നും വരില്ല. ബ്രാഹ്മണ ഗ്രഹമായ സന്താനാഭിവൃദ്ധി നൽകുന്ന സാത്വികനായ സർവേശ്വരകാരകനായ ഗുരു അനിഷ്ടസ്ഥാനത്ത് നിന്നാലും കഠിന ദോഷമൊന്നും ഉണ്ടാക്കുവാൻ സാധ്യതയില്ല. അതുകൊണ്ട് കൂടുതൽ ഭയപ്പെടേണ്ടതും ആവശ്യമില്ല. എല്ലാത്തിനും ഒരു ശ്രദ്ധ ഉണ്ടായാൽ മാത്രം മതി. ഇത് ഓരോ വ്യക്തിക്കും വ്യത്യാസമുണ്ടായിരിക്കും.
ഗുരു നൽകുന്ന ഗുണദോഷങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. ജാതകവശാൽ ഗുരുവിൻ്റെ സ്ഥാനവും ഇപ്പോഴത്തെ ദശാകാലവും ദശാപഹാരവും അഷ്ടവർഗ ബിന്ദുക്കളും എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നതിനാൽ ഗുരുദോഷമാണെന്ന് വിചാരിച്ച് അല്ല ഗുരു ഗുണമാണെന്ന് വിചാരിച്ച് അത്ര എല്ലാം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നേരെ തിരിച്ചും സംഭവിക്കാം. ഗുരുവിൻ്റെ ബലാബലം അനുസരിച്ചാണ് ഗുണദോഷങ്ങൾ എത്രയെന്ന് കണക്കാക്കുന്നത്. എങ്കിലും ഗുരുപ്രീതിക്കായി ചെയ്യേണ്ടതുണ്ട്. വ്യാഴാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോകണം. മഹാവിഷ്ണുവാണ് ഗുരുവിൻ്റെ ദേവത. തുളസിമാല, അർച്ചന, പാൽപായസം എന്നിവ നടത്തുക. പ്രാർത്ഥന മുടക്കാതിരിക്കുക. വ്രതശുദ്ധിയോടെ നടക്കുക. ഗുരുതുല്യരെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക. വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നതും ഗുണം ചെയ്യും. ശനിയുടെയും കൂടി ദോഷമുള്ളതിനാൽ ശാസ്താക്ഷേത്ര ദർശനവും എള്ളുതിരിയും നീരാഞ്ജനം നടത്തുകയും ഒക്കെ ചെയ്യുക. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഗുണകരമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ശനിയുടെ ദോഷവും വ്യാഴത്തിൻ്റെ ദോഷവും ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ്.